ഇന്നത്തെ ഒ പി ഡിത്തെ ഫസ്റ്റ് കേസിന് കുട്ടീന്റെ കാൽമക്ക് മരം വീണിട്ട് കാല് വീങ്ങി വന്നായിരുന്നു കേട്ടോ. എക്സ്റേ കണ്ടിട്ട് മൊത്തം കുഴപ്പമാണെന്ന് വിചാരിക്കണം കേട്ടോ. കുട്ടികളെ എക്സ്റേ എങ്ങനെയാണ് ഉണ്ടാവുക? എന്നിരുന്നാലും നിങ്ങൾ ആഞ്ഞു പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഫ്രാക്ചർ കാണാൻ പറ്റും കേട്ടോ. രണ്ട് കാലിലും നല്ലപോലെ സ്വെല്ലിംഗ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം സ്ലാബ് ആയിരുന്നു ഇട്ടിരുന്നത്. ചെറിയ കുട്ടിയായിട്ട് വല്ലാണ്ട് പേടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഹീലാവും. പിന്നെ ഒരാൾ വന്ന് കൈമുട്ട എവിടെ ഇടിച്ചിങ്ങാണ്ട് വന്നേനി. നമ്മൾ പിന്നെ ആരിടിച്ച് എങ്ങനെ ഇടിച്ചെന്നൊന്നും നോക്കാൻ നിന്നില്ല, കാരണം മറ്റേ കൈ മൂപ്പന്റെ ഫ്രീ ആണെന്ന്. POP സ്ലാബ് ഇടാൻ പറഞ്ഞപ്പോൾ സ്ലാബ് ഇടുന്നാക്ക് ഭയങ്കര മടിട്ടോ, കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാലും മൂപ്പര് കൊടുങ്ങല്ലോ. ഇതാകുമ്പോൾ ഡോക്ടർ ആട്ടെ എന്ന് പറഞ്ഞ പോലെ. നമ്മൾ പ്ലാസ്റ്റർ ഇടുന്ന റൂമിന്റെ കോലം കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതൊന്നും പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാർ കാണാത്ത നന്നായി. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവ് സൈഡ് ഉള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കുറ്റവും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് സൈഡും ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ റീയൂസ് ചെയ്യുന്നതായതുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്തും ബാക്കി കെമിക്കൽസിന്റെ സ്റ്റെയിൻ പറ്റി പിടിച്ചും നമുക്കത് ഓൾഡായി തോന്നുന്നതാണ് കേട്ടോ. പിന്നെ വന്നത് ഒരു ആർത്രൈറ്റിസിന്റെ കേസ് ആയിരുന്നു. ഡിഫോമിറ്റിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ അറ്റൻഡൻസ് ഇടാൻ പോയപ്പോൾ അതിന് ചുറ്റും ഫുള്ള് ഗേൾസ് ചുറ്റിക്കൂടി നിൽക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ അറ്റൻഡൻസ് ഇടാൻ അറിയുന്നത് നമ്മളുടെ ഇടയിൽ അതിന് മാത്രമായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴാണ് പണ്ട് അയലക്കത്തെ ചേച്ചി പറഞ്ഞ ഓർമ്മ വന്ന്. അവനോട് ഞാൻ അന്നേ പറഞ്ഞതാ പോളിക്ക് പോയാൽ മതി, ഡിഗ്രിക്ക് പോകണ്ടെന്ന്. അതെങ്ങനെയാ